നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഒന്നാണ് കുരുമുളക്. കുരുമുളക് ഇല്ലാത്ത അടുക്കളയെ ഉണ്ടാവില്ല അല്ലേ? നമുക്ക് കറികൾക്ക് മാത്രമല്ല കേട്ടോ കുരുമുളക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ടിപ്പുകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ പണ്ട് കാലത്ത് ചെയ്തിരുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ, പലരും മറന്നു പോയിട്ടുള്ളതാണ്. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമ്മൾ കുരുമുളക് ഒന്ന് പൊടിച്ചെടുക്കാൻ പോകാൻ കേട്ടോ. സാധാരണ എല്ലാവരും പൊടിക്കുന്നത് പോലെ ഒന്ന് വറുത്ത് പൊടിക്കുമല്ല, ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ കുരുമുളക് ഒന്ന് കിച്ചണിൽ പൊടിച്ച് വെച്ച് നോക്കൂ. ഏത് കറിയിൽ ചേർത്താലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉറപ്പ് തരുവാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലൊന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഈ ഒരു രീതി തന്നെ ചെയ്യത്തോളൂ. ഈ ഒരു പൊടിയും കൂടെ ചേർത്തിട്ട് പെപ്പർ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് നല്ല അടി കെട്ടിയുള്ളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കഴുകി എടുക്കുന്നില്ല കേട്ടോ, വീട്ടിലുള്ള കുരുമുളക് ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ളതാണ്, അതുകൊണ്ട് കഴുകി എടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചുക്കാണ് കേട്ടോ. ഒരു ചെറിയൊരു ഈ 2 പീസ് അത്രയും വലുപ്പത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നാൽ മാത്രമേ നല്ലപോലെ ചൂടായി കിട്ടത്തുള്ളൂ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ പരുവം അറിയുന്നത് നമ്മുടെ കുരുമുളക് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട്. പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം തന്നെ ഉണ്ടാക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ നമ്മുടെ കുരുമുളക് പൊടി പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ എങ്ങനെ അടുത്ത പ്രാവശ്യം കുരുമുളക് പൊടിക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ പൊടിച്ചെടുക്കുമല്ലോ. ഈ രീതിയിലാണോ നിങ്ങളൊക്കെ കുരുമുളക് പൊടിക്കുന്നതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് കുരുമുളക് പൊടി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പ് കണ്ടു നോക്കാം. അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പുളിപ്പുള്ളതല്ല കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് അളവിനാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂണിലും താഴെ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഏകദേശം ഒരു ഗ്ലാസ് അളവിന് തന്നെ നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് കുടിച്ച് നോക്കൂ. നിങ്ങൾക്ക് ദഹനക്കേട്, വയറുപെരുപ്പം അല്ലെങ്കിൽ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതയൊക്കെ പെട്ടെന്ന് പിടിച്ച് കെട്ടിയതുപോലെ നിൽക്കും കേട്ടോ. ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുമ്പ് ഇതുപോലൊരു മോരും വെള്ളം പോലെ നമ്മൾ റെഡിയാക്കി കഴിക്കുകയാണെങ്കിൽ അധികമായിട്ട് നമ്മൾ ഭക്ഷണം എടുക്കത്തില്ല. മാത്രമല്ല നല്ല ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷനും നമുക്ക് കിട്ടും. ഇതെനിക്ക് എൻ്റെ ഡയറ്റീഷ്യൻ ലഞ്ചിന് ഏകദേശം 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി നമ്മൾ കുരുമുളക് വെച്ചിട്ട് തലയിൽ തേക്കാൻ ഒരു എണ്ണയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പം 1/2 ടേബിൾ സ്പൂണിലും താഴെ കുരുമുളകൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4-5 തുളസിയുടെ ഇലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് തലയിൽ തേക്കുവാണെങ്കിൽ പേൻ്റെ ശല്യം അതുപോലെ തന്നെ താരൻ്റെ ശല്യമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. വിട്ടുമാറാതെ അടിക്കടി ജലദോഷമൊക്കെ വരുന്ന സമയത്ത് പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ ഇതുപോലെയുള്ള എണ്ണയൊക്കെ ആയിരുന്നു കാച്ചി തേച്ചിരുന്നത്. പലർക്കും അറിയുന്നതാണ്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നല്ലതുപോലെ വളരാൻ, അതുപോലെ തന്നെ അകാല നിറം തടയാൻ, നമ്മൾ താരനൊക്കെ വരുന്ന സമയത്ത് തലയോട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ആ ഒരു ഇച്ചിങ് ഒക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു എണ്ണ. അടുത്ത ടിപ്പ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ. കുറേ കാലം ഏകദേശം ഒരു 1.5 മാസത്തിൽ കൂടുതൽ ചുമ വന്നിട്ട് കുറേ കപ്പ് സിറപ്പൊക്കെ കഴിച്ച് ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ചുമ മാറാതിരുന്ന സമയത്ത് അവൾ പറഞ്ഞു തന്നതാണ് 1 ടേബിൾ സ്പൂണോളം കുരുമുളക്, നമ്മുടെ മുഴുവൻ കുരുമുളകാണ് കേട്ടോ, അതിലേക്ക് അതേ അളവിൽ തന്നെ പച്ചരിയും കൂടെ എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറിയ ഡപ്പയിലാക്കി വെക്കാം. ചുമ വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് ഒരു പിഞ്ചെടുത്ത് നല്ലതുപോലെ ചവച്ച് അതിൻ്റെ നീരിങ്ങനെ ഇറക്കുവാണെങ്കിൽ നമ്മുടെ ചുമ പിടിച്ച് കെട്ടിയ പോലെ നിൽക്കും കേട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചെയ്ത് നോക്കിയിട്ട് ശരിക്കും എനിക്ക് ഞെട്ടിക്കുന്നൊരു റിസൾട്ടായിരുന്നു. 2-3 ദിവസം അടുപ്പിച്ച് കഴിച്ചപ്പോൾ തന്നെ ആ ഒരു ചുമ മാറി കിട്ടുകയും ചെയ്ത്. പലർക്കും ചെറുതായിട്ടൊന്ന് മഴ നനഞ്ഞാൽ മതി, പിന്നെ മൂക്കടപ്പായി, മൂക്കൊലിപ്പായി, ജലദോഷമായി, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലെ ഒരു കുരുമുളക് എടുത്ത് പിന്നിലൊന്ന് കുത്തിയതിന് ശേഷം ഒന്നുകിൽ ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിൽ കാണിച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റൗവിൽ കാണിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു പുകയുണ്ടല്ലോ അത് കൊള്ളുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മൂക്കടപ്പ് മാറിക്കിട്ടും. ഇനി നമ്മൾ കുരുമുളക് വെച്ചിട്ട് കെമിക്കലുകളൊന്നുമില്ലാതെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു പൽപ്പൊടിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി പ്രാണികളൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇലയൊന്ന് ചൂടായി അതിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇതൊക്കെ ചൂടാക്കി എടുക്കാനായിട്ട്.
ഈ പൊടി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സ്റ്റോറാക്കി വെക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയാലും കുഴപ്പമില്ല. കുരുമുളകും കൂടെ ചേർത്ത് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. അതിന് മുമ്പ് നമുക്കിതിൽ കുറച്ച് സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. ഇല കരിഞ്ഞു പോകാതെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കണം. 1/4 ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുത്തതാണ് കേട്ടോ. ഇനി ഇത് നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെച്ച് നോക്കും. നമുക്ക് രാവിലെ പല്ല് തേക്കാനായിട്ട് ഈ ഒരു പൊടി മാത്രം മതി. നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ചെറിയൊരു ഇനിപ്പ് ചെവ ഉണ്ടാവും. നമുക്കറിയാമല്ലോ ആര്യവേപ്പിൻ്റെ ആ ഒരു കയ്പ്പ്. പക്ഷേ നമ്മുടെ പല്ലിന് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടാനും മോണയിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം ഒഴിവാക്കാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് കൊണ്ട് നമ്മുടെ പല്ല് പളപളാന്ന് തിളങ്ങുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ പല്ലിനും മോണയ്ക്കുമൊക്കെ നല്ല ആരോഗ്യമുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വായ്നാറ്റമൊക്കെ മാറിക്കിട്ടും. മഴ വന്നു കഴിഞ്ഞാൽ കൂടെ വരുന്ന ഒന്നാണ് ചുമ. വന്നു കഴിഞ്ഞാലോ 2-3 മാസം കഴിഞ്ഞാലും പോകുകയില്ല. ഇനി ഇതേ അടുത്ത പ്രാവശ്യം ചുമ വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കും. അതിനായിട്ട് നമുക്ക് 4-5 ചെറിയ ചുമന്നുള്ളി എടുത്ത് നല്ല പോലെ ഇടികല്ലിലിട്ട് ഇടിച്ച് അതിൻ്റെ നീരെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ഇടിച്ച് നീരെടുക്കാനായിട്ട്. ഒരു നേരം കഴിക്കാനായിട്ട് 1 ടേബിൾ സ്പൂണോളം ഉള്ളിയുടെ നീര് മതി. ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണിലും താഴെ കുരുമുളക് പൊടിച്ചതും 1 ടേബിൾ സ്പൂണോളം തേനും നല്ല ശുദ്ധമായത് വേണം കേട്ടോ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും. ചെറിയ കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡോസേജ് വളരെ കുറച്ച്, പ്രത്യേകിച്ചും കുരുമുളകൊക്കെ ഒരു 1/4 ടേബിൾ സ്പൂണിലും താഴെ മതി. ദിവസം 3 നേരം വെച്ച് കഴിക്കുകയാണെങ്കിൽ ചുമ മാറാനേ അതുപോലെ തന്നെ തൊണ്ടവേദന, കഫം ഒക്കെ മാറിക്കിട്ടാനായിട്ട് ഇത് നല്ലതാണ് കേട്ടോ. അടുത്ത ടിപ്പ്, നമ്മൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ തുണികൾ അടുക്കി വെക്കുന്ന അലമാരയിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ല് അല്ലെങ്കിൽ തുറക്കുന്ന സമയത്തൊരു പൂപ്പൽ, ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യം ഉണ്ടാവാറുണ്ടല്ലേ. അപ്പം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് കുറച്ച് കുരുമുളകിൻ്റെ പൊടി, വളരെ കുറച്ച് മതി കേട്ടോ, 1/4 ടേബിൾ സ്പൂണിലും താഴെ കുരുമുളകിൻ്റെ പൊടിയും 2 കർപ്പൂരവും എടുത്ത് നല്ലപോലെ പൊടിച്ച് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഈ ഒരു രീതിയിൽ പൊതിഞ്ഞ് നിങ്ങൾ കബോർഡിൽ തുണിയുടെ ഇടയിൽ വെച്ച് നോക്കും. ഇത്തരത്തിലുള്ള സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. കുരുമുളകിൻ്റെ ആ രൂക്ഷഗന്ധം ഉള്ളത് കൊണ്ട് തന്നെ പാറ്റ, പല്ലി, ചെറിയ പ്രാണികളൊന്നും നമ്മുടെ തുണികളുടെ ഉള്ളിലേക്ക് വരത്തില്ല. അതുപോലെ തന്നെ പൂപ്പലിൻ്റെ ശല്യമൊക്കെ മാറാനും ഇത് നല്ലതാണ് കേട്ടോ. അടുത്ത ടിപ്പ്, നമ്മൾ ഒരൊറ്റ സ്പ്രേ കൊണ്ട് പാറ്റയും പല്ലിയെയും എറുമ്പിനെയും എട്ടുകാലിയൊക്കെ ഓടിക്കുന്നതാണ് കേട്ടോ. അതിനായിട്ടൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ച് തിളച്ച് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണിലും താഴെ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വെട്ടി തിളച്ച് ആ കുരുമുളകിൻ്റെ എസൻസും ഒക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്ത് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്ഥിരമായിട്ട് പാറ്റ, പല്ലി, എറുമ്പൊക്കെ വരുന്ന ഭാഗത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കും. ഒരു 2-3 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവയുടെ ശല്യം മാറിക്കിട്ടും. ഞാൻ ഈ ഒരു വെള്ളം രാത്രിയിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പൊതുവേ പാറ്റയൊക്കെ സിങ്ക് വഴിയാണല്ലോ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടാനും ഈ ഒരു വെള്ളം നമ്മൾ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇപ്പം പ്രത്യേകിച്ചും മഴ സമയം ആയതുകൊണ്ട് ഈച്ചയുടെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. കിച്ചണിൽ സ്റ്റൗവിൻ്റെ ഈ ഒരു ഭാഗത്ത് എറുമ്പിൻ്റെ ശല്യം എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുരുമുളക് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെയാണ് കണ്ടത്. പലതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തോളൂ. അപ്പം വീണ്ടും അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.